Hello guys, അപ്പം യൂസ് ടോക്സ് എന്ന ചാനലിൽ ഇന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. സോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, ഇന്നും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണ്, കുറച്ച് തമാശ ആയിട്ടുണ്ടാവും. നിങ്ങൾ എൻ്റെ ഇൻട്രോ കണ്ടിട്ടുണ്ടാവും, മൊണാലിസ എൻ്റെ ചാനലിലേക്ക് കയറുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പം എൻ്റെ വോയിസ് ആണ്, ഞാൻ വോയിസ് ചേഞ്ച് ചെയ്യാത്തതാണ്. അതിൻ്റെ അകത്ത് ആപ്പിൻ്റെ അകത്ത് എങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതാണ്, റോബോട്ടിൻ്റെ ഒക്കെ വെച്ചാക്കാം. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ചെയ്യാണ്ടെന്ന് ഞാനൊക്കെ നല്ല മൊണാലിസ പറയുന്നത് കേട്ടില്ല. അപ്പോൾ അതെങ്ങനെ ആക്കിയത് ഇത് സംശയം തോന്നും. അപ്പോൾ അതൊരു ആപ്പിൻ്റെ സഹായത്തോടെയാണ്, സിമ്പിളാണ് സംഭവം. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുമ്പോൾ സമയം കഴിയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് വിലക്കും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കഴിയാണ്ട് വീട്ടിലേക്ക് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ലിയോ. അപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്പീക്ക് എന്നൊക്കെ ഈ ആപ്പാണ് നിങ്ങൾ കയറ്റേണ്ടത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും സ്പീക്ക് അല്ലെങ്കിൽ സ്പീക്ക് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പം കിട്ടുന്നതായിരിക്കും. ഈ ഐക്കൺ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഇൻ്റർഫേസ് കിട്ടും. ഒരു വൈറ്റ് ആയിരിക്കും വരിക, വൈറ്റ് സ്ക്രീൻ വരിക. അപ്പോൾ അതെന്താ അറിയില്ല, ഇപ്രാവശ്യം വന്നിട്ടില്ല. ഇവിടെ ആഡ് സം ടെക്സ്റ്റ് എന്നൊക്കെ കാണും. അപ്പോൾ ഈ ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ റെക്കോർഡ് ഈ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പ്ലേ ചെയ്യേണ്ട ഓപ്ഷൻ നോക്കിയാൽ അത് വരുത്തില്ല. കാരണം എന്താ വെച്ചാൽ അതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ടെക്സ്റ്റൊന്നും അവിടെ അലൗ ചെയ്യില്ല അവർ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രോബ്ലം ഉണ്ട്. അതിന് നല്ല നമുക്ക് റെക്കോർഡ് നമ്മൾ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുന്ന കുറച്ചും കൂടി സേഫ്, അതാണ് കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത്, ഈ മൈക്കിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ അവിടത്തേക്ക് പോകുന്നതായിരിക്കും. വേറൊരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ഒരു റെക്കോർഡ് ഓപ്ഷൻ, ക്ലിക്ക് ടു റെക്കോർഡ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കാണിക്കുന്നത് സ്ക്രീൻ റെക്കോർഡുള്ള സമയത്ത് ഓണാക്കിയിട്ടിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ അറിയില്ല. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആക്കിയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ഓഫ് ആക്കേണ്ടത് അതേ പൊസിഷനിൽ ജസ്റ്റ് ഒന്ന് ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓണാക്കി അതേ സ്ഥലത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ റെക്കോർഡ് അങ്ങ് പോകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ടത് ആഡ് ഫേസ് ആണ്. ഓക്കെ, ഈ ആഡ് ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പരസ്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഒരു ക്ലോസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും അവിടെ. അപ്പോൾ പ്ലീസ് വെയിറ്റ്. അപ്പോൾ നിങ്ങൾ നെറ്റ് ഭയങ്കര സ്ലോ ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നെ പോലെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് പരസ്യങ്ങൾ വരും. അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാവും. കുറച്ച് പരസ്യമൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഭയങ്കര ആപ്പാണ്. സംഭവം ജസ്റ്റ് ഇപ്പോൾ നമുക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കിയിട്ടുകൊണ്ടാണ് ഇത്ര സ്ലോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലോ വരുന്നതായിരിക്കില്ല. അപ്പോൾ ആഡ് സമയത്ത് സ്ക്രീൻ റെക്കോർഡർ ഓണാക്കി ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പീക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡ് ചെയ്യുന്ന സംഭവം ഇവിടെയാണ് സ്പീക്ക് ആക്കിയാൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവരും എൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ശരിക്കും ഇത് സംഭവം നടന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ഫേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്യാമറ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗാലറി ഉണ്ട്, ഇവിടെ ഗാലറി എടുക്കുക. പിന്നെ സേവ് ഉണ്ട്, പിന്നെ ഷെയർ ഉണ്ട്, ഷെയർ തൊട്ടിപ്പുറം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊണാലിസേൻ്റെ ഒക്കെ കാണുന്നുണ്ട്. ഗാലറി എന്നുള്ള ഓപ്ഷനാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ ഗാലറി നോക്കിയാൽ ഫോട്ടോസ് പോയി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എടുക്കുക. ഫോട്ടോസ് പോയിട്ട് ഞാൻ എടുക്കുക അങ്ങനെ കണ്ടിട്ടൊക്കെ അങ്ങനെ ഫോട്ടോസൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നല്ലെന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇത് നടക്കത്തില്ല എന്നോ നമുക്ക് തോന്നുന്നത് നടക്കില്ല എന്നാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവരും എൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഏതോ ഫേസ് എന്ന് ഈ ആപ്പിന് പോലും തിരിയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മൊണാലിസനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാം. മൊണാലിസയൊക്കെ ഭയങ്കരമായിരിക്കും. കണ്ണിലെല്ലാം എനക്കുന്നുണ്ട്, ചില ഭയങ്കര റിയാലിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവരും എൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മുടെ ഈ തൊട്ട് ബാക്കിൽ കുറച്ച് ഞാൻ എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുന്നേ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഒച്ചയൊക്കെ മാറ്റിയിട്ട് ഗേൾസിൻ്റെ ഒച്ചയൊക്കെ അങ്ങനെ ആക്കുക. ഞാൻ ആക്കാണ്ടിരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അല്ലേ ഷെയർ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഷെയർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഷെയർ ആവുകയാണ്. അപ്പോൾ ഒരു പരസ്യങ്ങളൊക്കെ ഇത് കഴിയുമ്പോൾ തന്നെ അത് പ്രശ്നമല്ല. അപ്പോൾ ഞാൻ വാട്സപ്പിലേക്ക് അയക്കുകയാണ്. ഡയറക്റ്റ് വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നമുക്ക്. അപ്പോൾ വാട്സപ്പിൽ എൻ്റെ ഫ്രണ്ടിനെ അയക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം അങ്ങ് പോക്കിക്കഴിഞ്ഞാൽ
ഇത് വരില്ല. പക്ഷേ നിങ്ങൾക്ക് അത് പോക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ വാട്ടർമാർക്കൊക്കെ ഉണ്ടാവും. പിക് സ്പീക്ക് എന്നിട്ട് വാട്ടർമാർക്ക് ഉണ്ടാവും. അത് ചെറിയൊരു പ്രോബ്ലം അല്ല. എനിക്ക് ഈ പിക് സ്പീക്കിനെ പറ്റി അറിഞ്ഞത് തന്നെ ഞാൻ അക്ഷയ് ലോകൻ്റെ വീഡിയോ എന്നാണ്. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതന്നെ ക്ലിയർ ആയിട്ട് വായൊക്കെ എനിക്ക് തന്നെ നല്ല സുഖമാണ്. അപ്പോൾ അതൊക്കെ റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും. അപ്പോൾ ഇത് യൂട്യൂബർക്ക് മാത്രമുള്ളൊരു ഇതല്ല, വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടി ക്ലിയർ ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിക്കാം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ടുണ്ടെങ്കിൽ ആ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയൊരു അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പം ബൈ ഗൈസ്, ടാറ്റാ.